നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നല്ലൊരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്, അതായത് 2 കപ്പ് പാല്. ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിക്കാം. മിൽമയുടെ 3.5% മിൽക്ക് ഫാറ്റുള്ള പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാദ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതേപോലെ നല്ല തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ചൂടാക്കി ഇത് അല്പം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഐസ്ക്രീം തണുപ്പിക്കുമ്പോൾ അതിൽ ക്രിസ്റ്റൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ വെള്ളത്തിന്റെ അംശം ഇതുപോലെ നമ്മൾ വറ്റിച്ചെടുക്കുന്നത്. അപ്പം നമ്മളെടുത്ത 2 കപ്പ് പാലിൽ നിന്നും അത് വറ്റി 1.5 കപ്പ് ആവുന്നത് വരെ ഇതേപോലെ തിളപ്പിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ. ഏകദേശം ഒരു 10 മിനിറ്റാണ് ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ചത്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്നും ഒരു 1/4 കപ്പ് പാല് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കസ്റ്റാർഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് വാനില എസൻസ് എക്സ്ട്രാ ആയിട്ട് വേറെ ചേർത്താൽ മതി. ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ബാക്കിയുള്ള പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി, നേരിയ ഒരു ഫ്ലേവർ മതി, അതാണ് നല്ലത്. ഇനി 5 ടേബിൾ സ്പൂൺ പഞ്ചസാര അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി നമുക്ക് വീണ്ടും അടുപ്പിൽ വെച്ച് ഇതൊന്ന് കുറുകി വരുന്നത് വരെ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്പനേരത്തിനുള്ളിൽ ഇതുപോലെ തിക്കായിട്ട് വരെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ മിക്സിന് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇത് തണുക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിലെ പാട കെട്ടാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ മിക്സ് നന്നായിട്ട് ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കാം. നന്നായിട്ട് തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നന്നായിട്ട് തണുപ്പുള്ളപ്പോഴാണ് നന്നായിട്ട് വിപ്പായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒരു ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ ഉപയോഗിച്ചിട്ട് അത് തിക്കായിട്ട് വന്ന് ഒരു സോഫ്റ്റ് പീക്ക് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ തണുത്തിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വീണ്ടും ഒന്നുകൂടി ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് ഫ്രീസറിൽ വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ട് അടച്ച് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിലേക്ക് വെക്കുക. രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പുറത്തെടുത്തിട്ട് വീണ്ടും ഒരു തവണ കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്രിസ്റ്റൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പിന്നെ ഐസ്ക്രീം ഒന്നുകൂടി ക്രീമി ആൻഡ് സ്മൂത്ത് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3-4 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ പാത്രത്തിലാക്കി ഫ്രീസറിലേക്ക് വയ്ക്കാം. നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 8 മണിക്കൂർ ഇത് ഫ്രീസറിലേക്ക് വയ്ക്കാം. 8 മണിക്കൂറിന് ശേഷം പുറത്തെടുക്കുമ്പോൾ ഐസ്ക്രീം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് ഇത് ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം.